ഇൻവോയ്സ് സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. വളരെ എളുപ്പത്തിൽ ഒരു 1-2 മിനിറ്റിൽ നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇതിൽ ആദ്യം ന്യൂ ഇൻവോയ്സ് എന്നുള്ള ഇതാണ് സോഫ്റ്റ്വെയർ ഇൻ്റർഫേസ്. ഇതിൽ ന്യൂ ഇൻവോയ്സ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനാദ്യം നമുക്ക് ബില്ലിംഗ് അഡ്രസ്സും ഷിപ്പിംഗ് അഡ്രസ്സും കൊടുക്കാം. രണ്ട് സെയിം ആണെങ്കിൽ ഒരു അഡ്രസ്സ് കൊടുത്താൽ മതി. ഡിഫറെൻ്റ് ആണെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് അഡ്രസ്സുകൾ ഇതിൽ കൊടുക്കാനായിട്ട് പറ്റും. ഇത് ഓപ്പൺ ചെയ്തതിൽ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരാളുടെ ഒരു ഐക്കൺ ഉണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമ്മൾ കസ്റ്റമർ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇപ്പം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഷിപ്പിംഗ് അഡ്രസ്സാണ്. ഷിപ്പിംഗ് അഡ്രസ്സ് നമുക്ക് എന്താണോ അഡ്രസ്സ് കൊടുക്കേണ്ടത് അഡ്രസ്സ് കംപ്ലീറ്റ് ഇവിടെ കൊടുക്കുക. ഞാനിപ്പോൾ സാമ്പിൾ ആയതുകൊണ്ട് ജസ്റ്റ് സാമ്പിൾ എന്ന് കൊടുക്കുവാണ്. നമുക്ക് അതിൽ ടാക്സ് നമ്പർ, കാറ്റഗറി, അഡ്രസ്സ് എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കൊടുക്കാനായിട്ട് പറ്റും. മൊബൈൽ നമ്പർ ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ സാമ്പിളായിട്ട് കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കുന്നു. എന്നിട്ട് സേവ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്പേഴ്സ് കൊടുക്കാം. ഇൻവോയ്സ് ഡേറ്റ്, ഡ്യൂ ഡേറ്റ് ഒക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം ആഡ് ഐറ്റം. ഓൾറെഡി നമ്മൾ ഐറ്റംസ് ആഡ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ഐറ്റം എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പുതിയ ന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമുക്കിവിടെ നമ്മുടെ പ്രോഡക്റ്റ് സർവീസൊക്കെ ലിസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ലിസ്റ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ പുതിയത് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിൽ ഇമേജ് ആഡ് ചെയ്യണം, ഇമേജ് ആഡ് ചെയ്യാം. പ്രോഡക്റ്റിൻ്റെ പേര് കൊടുക്കുക. സാമ്പിൾ പ്രോഡക്റ്റ് ഞാൻ കൊടുക്കുകയാണിപ്പം. സാമ്പിൾ പ്രോഡക്റ്റ്. അതുപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. കാറ്റഗറി സെലക്ട് ചെയ്യണം, കാറ്റഗറി സെലക്ട് ചെയ്യാം. എക്സ്പയറി ഡേറ്റും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്യാം. പ്രൈസും നമുക്കിവിടെ കൊടുക്കാം. അതിനുശേഷം സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ കൊടുത്ത സാമ്പിൾ പ്രോഡക്റ്റാണ്. സാമ്പിൾ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് സെലക്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്വാണ്ടിറ്റി ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ലിസ്റ്റ് ഇവിടെ വന്നു. ഇനി ഡിസ്കൗണ്ട് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡിസ്കൗണ്ട് എത്രയാണ് ആഡ് ചെയ്യുക. ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പെയ്ഡ് ആണെങ്കിൽ കംപ്ലീറ്റ് പെയ്ഡ് കൊടുക്കുക. അല്ലെങ്കിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ബാലൻസ് കൊടുക്കുക. എന്താണ് നമുക്ക് വേണ്ടത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. അത് സേവ് കൊടുക്കുക. സേവ് കൊടുത്ത ശേഷം ഈ പ്രിവ്യൂ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻവോയ്സ് റെഡി. പ്രിവ്യൂ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രിവ്യൂ എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പ്രിവ്യൂ കാണാനായിട്ട് പറ്റും. എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഇൻവോയ്സ് റെഡി. ഇതിന് ഒരുപാട് 3-4 ടെംപ്ലേറ്റ്സ് നമുക്കിതിൽ ഡിഫറെൻറ്റ് ടെംപ്ലേറ്റുകൾ നമുക്കിവിടെ ഓപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്കിതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പ്രോഡക്റ്റിൽ കാര്യങ്ങളെല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനുണ്ട്. അങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ ജസ്റ്റ് സെലക്ട് ചെയ്താൽ മാത്രം മതി. അതുപോലെ കാറ്റഗറി ഉണ്ടെങ്കിൽ കാറ്റഗറി അങ്ങനെ നമുക്ക് ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. അതും ജസ്റ്റ് സെലക്ട് ചെയ്താൽ മതി ചെയ്യുന്ന സമയത്ത്. പിന്നെ നമ്മുടെ പർച്ചേസിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വേണം ആഡ് ചെയ്ത് വെക്കാം. അതുപോലെ എക്സ്പ്രസ് ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ എല്ലാം റിപ്പോർട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇവിടുന്ന് എടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഒരു ബേസിക് ആയിട്ടൊരു സ്മോൾ സ്കെയിൽ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ഈ ഒരു സിമ്പിൾ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും. അതുപോലെ കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇൻവോയ്സ്, റെസിപ്റ്റ് എല്ലാം നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഈ സെറ്റിംഗ്സ് ഓപ്ഷൻ എടുത്തിട്ട് കോൺഫിഗർ എന്നുള്ള എടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഇതിൽ നമ്മുടെ അഡ്രസ്സ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മുടെ ലോഗോ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് ഓൾറെഡി ലോഗോ ഇവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി അതിൽ വരുന്നതാണ്. നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് വേണ്ടി കൊടുക്കാം, പേയ്മെൻറ്റ് മെത്തേഡ് ഇതൊക്കെ നമുക്ക് ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഇതെല്ലാം നമ്മുടെ ഇൻവോയ്സ് ഡീറ്റെയിൽസിലേക്ക് ഓട്ടോമാറ്റിക്കലി വരികയും ചെയ്യും. ഇങ്ങനെയാണ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. ആർക്കും വേണമെങ്കിലും ഉപയോഗിക്കാനായിട്ട് പറ്റും. എല്ലാ ബിസിനസ്സിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടൊരു കാര്യമാണ് ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ല് ജനറേറ്റ് ചെയ്ത് കസ്റ്റമർ കൊടുക്കുന്നത്. അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയറാണ് ഈ ഇൻവോയ്സ് സോഫ്റ്റ്വെയർ.